വിട്ടുപിരിഞ്ഞു. നമ്മൾ സ്റ്റാലിനങ്ങൾ എന്ന് വിളിച്ച് സ്നേഹിച്ച ശ്രീ BP സ്റ്റാലിനും നമ്മെ വിട്ടുപോയി. അവരെയെല്ലാം നാം സ്നേഹാദരങ്ങളോടെ ഓർമ്മിക്കുന്നു. ഇതാ 1987-88 അധ്യയന വർഷത്തെ നമ്മുടെ ചരിത്രത്തിന്റെ ഒരു രേഖാചിത്രം. 1987-88 വർഷത്തിലെ ബാച്ചുകാരെല്ലാം മിടുക്കരും സ്നേഹമുള്ളവരുമായിരുന്നു. കല, കായികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നമ്മെ അന്ന് മികവ് കാണിക്കുകയും നമ്മുടെ ജീവിതം പിൻതലമുറയ്ക്ക് ഒരു പാഠമായി തീരുകയും ചെയ്തു. 1987-88 ബാച്ച് കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ ഏറ്റവും മികച്ച വിജയ ശതമാനം കൈവരിച്ചു. SME സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിൽ നമ്മളിൽ 3 പേർ പങ്കെടുത്ത് വിജയിച്ചു. ഒരു തൈ നടുമ്പോൾ ഒരു തമിഴ് നടുന്നു എന്ന് നമ്മൾ അന്നേ മനസ്സിലാക്കി. നമുക്കൊരു ഫോറസ്ട്രി ക്ലബ്ബ് ശ്രീ വിജയൻ സാറിന് പ്രധാന മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ 100 കണക്കിന് മരങ്ങൾ നട്ടു. അത് നമ്മുടെ ക്യാമ്പസിനെ അലങ്കരിച്ചു. ആ മരങ്ങൾ ഇന്ന് അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഒരു സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ് എന്നിവയുണ്ടായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകി വിജയൻ സാറും ജോൺ ടീച്ചറും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കടയാപുരം ഉജിലയിൽ നടന്ന സയൻസ് എക്സിബിഷനിൽ 1987-88 ബാച്ചിലെ കുട്ടികൾ പങ്കെടുത്ത് 6 വിഷയങ്ങൾ അവതരിപ്പിച്ച് പല ടീമുകളെയും പിന്നിലാക്കി 2ാം സ്ഥാനം നേടി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കളിക്കളം നിർമ്മാണം ആരംഭിച്ചത് 1987-88 ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. കായിക രംഗത്ത് ശ്രീ അബ്രഹാം ജില്ലാതലത്തിൽ വിജയിച്ച് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് ദുഃഖം നേടി. നമ്മുടെ ബാച്ചുകാർ ജില്ലാ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ എന്നീ ഇനങ്ങളിൽ ഈ ബാച്ച് ശ്രദ്ധേയമായ വിജയം നേടിയിട്ടുണ്ട്. 1987-88 ബാച്ചിൽ 5 പേർ അഭിനയിച്ച മൗടി എന്ന ഏകാംഗ നാടകം ജില്ലാ യുവജനോത്സവത്തിൽ വിജയിച്ചു. ആദ്യമായാണ് നമ്മുടെ സ്കൂളിൽ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സംഗീതം എന്ന നാടകം അവതരിപ്പിക്കുന്നത്. ഈ ബാച്ചിലെ 8 പേർ ആ നാടകത്തിൽ അഭിനയിച്ചു. KCSF പരിപാടികളിൽ ഈ ബാച്ച് സ്കൂളും മുന്നിലായിരുന്നു. അങ്ങനെ ഒട്ടനവധി സംരംഭങ്ങളുടെ തുടക്കം 1987-88 ശ്രീ ഐസക് സാറിന്റെയും ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ നടന്നു. ഇനി മടങ്ങി പോകുന്ന സ്കൂൾ യാത്ര നമുക്കില്ല. എന്നാൽ സൗഹൃദത്തിന്റെ ദീർഘയാത്ര നടത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ സംഗമം അതിനുള്ള ഒരു വഴിയായി മാറട്ടെ. അധ്യക്ഷതവലംഘിക്കുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ മേത്തശ്ശേരിയച്ച, വേദിയിലിരിക്കുന്ന ആദരണീയരായ അധ്യാപകരെ, Enlighten 87-88 സഹപാഠികളെ, അവരോടൊപ്പം എത്തിയിട്ടുള്ള മാതാപിതാക്കളെ, കുട്ടികളെ, വളരെ സങ്കീർണമായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് ഐസക് സാർ ഇരുന്ന ആ സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. ഐസക് സാർ എപ്പോഴും സ്കൂളിലെ PTA മീറ്റിംഗിൽ പറയാറുണ്ട്, സാർ എന്ന കാലത്ത് ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു, അതുപോലെ ആയിരിക്കണം ഇന്നും. എന്നാൽ 1-2 ഇപ്പോഴാണ് എനിക്ക് സാറിനെ കുറിച്ച് മനസ്സിലാകുന്നത്. എല്ലാവരും ഇങ്ങനെ ഓരോ പ്രസംഗിച്ചപ്പോൾ സാറ് വളരെ ഭംഗിയായി അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്റെ ഗുരുക്കന്മാർ, എന്റെ ഹെഡ് മാസ്റ്റർമാരായിരുന്ന 2 അധ്യാപകരുടെ ഉണ്ട്. ബോൾഫേസ് സാറ്, വസന്ത് സാറ്. മറ്റ് ക്ലാസ് പിന്നെ കോ വർക്കേഴ്സായി വരുന്ന